രാജ്യത്ത് പലയിടത്തും നവോത്ഥാനം നടന്നുവെങ്കിലും കേരളം മാത്രം വേറിട്ട് നിൽക്കുന്നതിന് ഒരേയൊരു കാരണമേയുള്ളൂ. ഇവിടെ നവോത്ഥാന പ്രസ്ഥാനം കൊളുത്തിവെച്ച പന്തം അതേ തെളിച്ചത്തോടെ ഏറ്റെടുക്കാൻ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു. സാമുദായികമായ ഉച്ചനീചത്വങ്ങളെ അവസാനിപ്പിക്കുന്ന പ്രക്രിയയെ സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കുന്ന തലത്തിലേക്ക് വളർത്തിയെടുക്കാനും കഴിഞ്ഞു. മാനവികതയുടെ ദർശനങ്ങളാണ് കരുണാകര ഗുരുവിനെ പോലെയുള്ളവർ ലോകത്തിന് പകർന്നു തന്നത്. ഈ ദർശനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ സത്ത സ്നേഹവും സാഹോദര്യവുമാണ് എന്നതാണ്. മതത്തിനപ്പുറം മനുഷ്യജീവിതത്തിൽ സമത്വവും സാഹോദര്യവും പുലരണമെന്ന് ഗുരു ആഗ്രഹിച്ചു. എല്ലാവർക്കും എല്ലാം കിട്ടണം, എല്ലാവർക്കും എല്ലാം കിട്ടണം എന്ന ഗുരുവിൻ്റെ പ്രഖ്യാപനം തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. എത്ര മഹത്തായ ആശയമാണിത്! ഈ സന്ദേശം ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലെത്തണം. അത് കേവലം പ്രഭാഷണത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടവയാണ്. കരുണാകര ഗുരു നടത്തിയ ആത്മീയ സംവാദങ്ങൾ ഗുരുവാണി എന്ന പേരിൽ പ്രസിദ്ധമാണ്. ഗുരുവാണി മനുഷ്യഹൃദയങ്ങളെ സ്നേഹം കൊണ്ട് പരസ്പരം ചേർക്കുന്നതിന് കാരണമാകുന്നുണ്ട്. വെറുപ്പിൻ്റെ ഭാഷയെ സ്നേഹത്തിൻ്റെ ദിവ്യ ഔഷധം കൊണ്ട് നിർമ്മലീകരിക്കുന്നതിനും സമൂഹത്തിലെ വിഭാഗീയ പ്രവണതകളെ മനസ്സിൻ്റെ വിശുദ്ധി കൊണ്ട് അകറ്റുന്നതിനും ഈ പ്രഭാഷണങ്ങൾ സഹായകമാണ്. ഗുരുവിൻ്റെ പ്രിയ ശിഷ്യനായ സ്വാമി ഗുരുരത്നജ്ഞാന തപസ്വിയുടെ നേതൃത്വത്തിൽ വിലപ്പെട്ട മൂല്യങ്ങൾ ഇപ്പോഴും പ്രചരിപ്പിച്ചു വരുന്നുവെന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. വിശക്കുന്നവർക്ക് ആഹാരവും രോഗികൾക്ക് ചികിത്സയും നൽകുക എന്ന കാര്യത്തിൽ ഗുരുവിന് നിഷ്കർഷയുണ്ടായിരുന്നു. ഈ സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ശാന്തിഗിരി ആശ്രമത്തിന് ഇപ്പോഴും സാധിക്കുന്നു. സ്വാർത്ഥതയും ഹിംസയും നിറഞ്ഞ ഈ ലോകത്ത് കരുണ, സ്നേഹം, സഹിഷ്ണുത എന്നിവയുടെ സന്ദേശങ്ങൾ കൂടുതൽ ശക്തമായി പ്രചരിക്കുന്നതിന് ഇനിയും സാധിക്കണം. ഓരോ വ്യക്തിയും സമൂഹത്തിന് പ്രയോജനകരമായി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അത് ആത്മീയ കർമ്മമായി മാറുന്നത് എന്നാണ് ഗുരു പറഞ്ഞത്. നിസ്വാർത്ഥമായ സേവനത്തിലൂടെയാണ് യഥാർത്ഥ ആത്മീയ ഉണർവ് നേടാൻ കഴിയുന്നത്. അതായത് മനുഷ്യന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക എന്നതാണ് ഗുരുവിൻ്റെ ആത്മീയതയുടെ കാതൽ. ആത്മീയത ഒരിക്കലും മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കാനുള്ള ഉപകരണമാകരുത്. മറിച്ച് മതങ്ങൾക്കും ജാതികൾക്കും അതീതമായി മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ശക്തിയായി മാറണം. അതാണ് സ്വാഗത പ്രസംഗത്തിൽ മതാതീതമായ ആത്മീയത എന്ന് ഇതിനെ വിശേഷിപ്പിച്ചത്. നമ്മുടെ നാടിൻ്റെ ഐക്യത്തിനും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ഗുരുവിൻ്റെ ദർശനങ്ങൾ നിങ്ങൾക്കെല്ലാം പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കരുണാകര ഗുരുവിൻ്റെ ജന്മദിനാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.